നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം ആയൂരിൽ നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 21 വയസ്സുകാരിയെ ആൺ സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കൊല്ലം കാരാളികോണം സ്വദേശിനി അഞ്ജന സതീഷാണ് ആൺ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ചത്. നിഹാസിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലായിരുന്നു അഞ്ജനയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. 6 മാസം മുമ്പായിരുന്നു അഞ്ജനയും നിഹാസും ഒരുമിച്ച് താമസം തുടങ്ങിയത്. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായിരുന്നു കാരാളികുണം സ്വദേശി നിഹാസ്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി. പക്ഷേ ആൺ സുഹൃത്തിനൊപ്പം പോകണം എന്ന നിലപാടാണ് പെൺകുട്ടി സ്വീകരിച്ചത്. തുടർന്ന് അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ വരികയായിരുന്നു. തുടർന്ന് ഇരുവരും ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ഇതിനിടെ യുവതിയെ ആൺ സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമൊക്കെ ബാക്കിയാവുകയാണ്. അഞ്ജനയും നിഹാസും നാട്ടുകാരും ചേർന്നാണ് ഈ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ അഞ്ജനയെ നിഹാസും നാട്ടുകാരും ചേർന്നാണ് അഴിച്ചിറക്കിയത്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഉടനെ എല്ലാവരും ചേർന്ന് എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. മരണകാരണം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്താണ് അഞ്ജനയെ പെട്ടെന്നൊരു മരണത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കടുങ്കയിലേക്ക് നയിച്ചതെന്ന ചോദ്യമൊക്കെ ബാക്കിയാവുകയാണ്. വീട്ടിൽ മറ്റാരുമായും അഞ്ജനയ്ക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു എന്നാണ് വീട്ടുകാരുടെ മൊഴി. ഇതര മതസ്ഥരായത് കാരണം ഇരുപക്ഷത്തെയും കുടുംബങ്ങൾ തുടക്കം മുതൽ ഇരുവരുടെ ബന്ധത്തെ എതിർത്തിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ചടയമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അഞ്ജനയുടെ വീട്ടുകാർ പരാതി നൽകിയിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം തൃശൂർ ഇരിങ്ങാലക്കുടയിൽ നിന്നും മറ്റൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയെ ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത് കണ്ട സംഭവത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ്. അതായത് ഗർഭിണിയായിരിക്കുന്ന യുവതി സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് തൂങ്ങി മരിക്കുന്ന സാഹചര്യം. ഈ വിഷയത്തിൽ ഭർത്താവിനെയും ഭർതൃമാതാവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മരിച്ച ഫസീലയുടെ ഭർത്താവ് നൗഫൽ, ഭർതൃമാതാവ് റംല എന്നിവരാണ് അറസ്റ്റിലായത്. ഫസീലയുടെ നാഫിയിൽ ചവിട്ടിയിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. രണ്ടാമത് ഗർഭിണിയായതിന്റെ പേരിലായിരുന്നു നൗഫൽ ക്രൂരമായി ഇത്തരത്തിൽ പീഡിപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 7:30യോടെയാണ് വീടിന്റെ മുകളിലെ ട്രസ്റ്റ് വർക്കിന്റെ ഇരുമ്പ് സ്ക്വയർ ട്യൂബിൽ ഷോൾ ഉപയോഗിച്ച് കെട്ടിത്തൂങ്ങിയ നിലയിൽ ഫസീലയെ കണ്ടെത്തിയത്. ഭർത്താവിന്റെ വീട്ടുകാർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഗർഭിണിയെന്ന് അറിഞ്ഞിട്ടും വയറ്റിൽ ചവിട്ടിയെന്നും ഫസീല തന്റെ ഉമ്മയ്ക്ക് അയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ മരിക്കാൻ പോവുകയാണെന്നും മരിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്നും അതുമാത്രമാണ് തന്റെ അപേക്ഷയെന്നും ഫസീല രാവിലെ 6:49 അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. 1.25 വർഷം മുൻപായിരുന്നു കാർഡ്ബോർഡ് ജീവനക്കാരനായ നൗഫലുമായുള്ള ഫസീലയുടെ വിവാഹം നടന്നത്. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളാണ് ഫസീല. ഭർതൃവീട്ടിലെ പീഡനത്തെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് വ്യക്തമാകുന്ന ഫസീലയുടെ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഭർത്താവിന്റെയും അമ്മയുടെയും പീഡനത്തിൽ മനംനൊന്ത ഫസീല സ്വന്തം മാതാവിന് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളായിരുന്നു വളരെ നിർണായകമായി മാറിയത്. ഉമ്മ, ഞാൻ മരിക്കുകയാണ്, ഇല്ലെങ്കിൽ അവർ എന്നെ കൊല്ലുമെന്നാണ് ഫസീല തന്റെ വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നത്. സംഭവത്തിൽ ഭർത്താവും ഭർതൃമാതാവും അറസ്റ്റിലായി. ഭർതൃപീഡനമാണ് മരണത്തിന് കാരണമെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നൗഫലിനെ പോലീസ് ചോദ്യം ചെയ്തു. ജീവനൊടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഫസീല താൻ നേരിട്ട പീഡനത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തന്റെ ഉമ്മയ്ക്ക്, അതായത് തന്റെ മാതാവിന് വാട്സപ്പ് സന്ദേശം അയച്ചത്. താൻ രണ്ടാമത് ഗർഭിണിയാണെന്നും നൗഫൽ വയറ്റിൽ ചവിട്ടി എന്നതടക്കമുള്ള ഒരു പരാതികളാണ് ഉമ്മയോട് അവസാനമായി ഫസീല പറഞ്ഞത്. ഉമ്മ, ഞാൻ രണ്ടാമത് ഗർഭിണിയാണ്. നൗഫൽ വയറ്റിൽ ചവിട്ടി ഉപദ്രവിച്ചു. വേദനിച്ചപ്പോൾ ഞാൻ നൗഫലിന്റെ കഴുത്തിന് പിടിച്ചു. ഇവിടുത്തെ ഉമ്മയും എന്നെ പീഡിപ്പിച്ചു, തെറി വിളിച്ചു. ഉമ്മ, ഞാൻ മരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ ഇവർ കൊല്ലും. എൻ്റെ കൈ നൗഫൽ പൊട്ടിച്ചു, പക്ഷേ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്നായിരുന്നു ഫസീലയുടെ സന്ദേശം. ഇതിന് ശേഷമാണ് യുവതി ജീവൻ ഒടുക്കിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നൗഫലിനും മാതാവിനുമെതിരെ ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിവയടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫസീലയും ഭർത്താവും ഭർതൃമാതാവും തമ്മിൽ തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് ഭർത്താവ് യുവതിയെ ഉപദ്രവിച്ചത്. ഇതിൽ മനംനൊന്തായിരുന്നു യുവതി വീടിന്റെ ടെറസിലെത്തി തൂങ്ങി മരിച്ചത്. ഇത് കണ്ട നൗഫലും മാതാവും ഫസീലയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഈ വിവരം നൗഫൽ ഫസീലയുടെ കുടുംബത്തെ അറിയിച്ചിരുന്നില്ല. തുടർന്ന് യുവതിയുടെ കുടുംബം നൗഫലിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു.
ആത്മഹത്യയ്ക്ക് പിന്നാലെ പോലീസിൽ പരാതി നൽകിയ ഫസീലയുടെ കുടുംബത്തോട് നൌഫലിന്റെ വീട്ടുകാർ വളരെ മോശമായാണ് സംസാരിച്ചതെന്നും ബന്ധുക്കൾ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. ഫസീലയുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷവും 9 മാസമേ ആയിട്ടുള്ളൂ. ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ട്. യുവതി രണ്ടാമതും ഗർഭിണിയായിരുന്നുവെന്ന വിവരം മരിക്കാൻ പോകുന്നുവെന്ന സന്ദേശം വന്നപ്പോഴാണ് വീട്ടുകാർ പോലും അറിയുന്നത്. നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം സംസ്കരിച്ചു. ബുധനാഴ്ച രാവിലെ 4:30യോടെയാണ് മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. രാവിലെ 9-ന് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പകൽ 3 മണിക്ക് തേവലക്കര കോയിവിള അതുല്യ നിവാസിലെത്തിച്ചാണ് സംസ്കരിച്ചത്. കഴിഞ്ഞ 19-നായിരുന്നു അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ മരണശേഷം ഭർത്താവ് സതീഷ് ഉപദ്രവിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. സതീഷ് ശങ്കറിന്റെ ശാരീരികവും മാനസികവുമായ ക്രൂരപീഡനം കാരണമാണ് അതുല്യ മരിച്ചതെന്ന് അച്ഛൻ എസ് രാജശേഖരൻ പിള്ളയും അമ്മ തുളസി ഭായിയും പ്രതികരിച്ചിരുന്നു. അതുല്യയുടെ അച്ഛൻ ചവറ തെക്കുഭാഗം പോലീസിന് നൽകിയ പരാതിയിൽ സതീഷ് ശങ്കറിനെതിരെ കേസെടുത്ത് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. സ്ത്രീധന പീഡനം, ശാരീരിക പീഡനം എന്നിവയ്ക്കെതിരെ വകുപ്പുകളും ചുമത്തി. ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറാണ് സതീഷ് ശങ്കർ. സംഭവത്തിൽ ഷാർജയിലെ അൽഗർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു ഷാർജയിലെ ഫോറൻസിക് പരിശോധനാ ഫലം. അതുല്യ തൂങ്ങി മരിച്ചെന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ മരണത്തിൽ അതുല്യയുടെ കുടുംബം ദുരൂഹത ആരോപിക്കുന്ന സാഹചര്യത്തിലായിരുന്നു നാട്ടിലെത്തിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. അന്വേഷണത്തിലും ഇത് നിർണായകമായി മാറിയിരുന്നു. അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. സതീഷിന്റെ ശാരീരിക മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി. സതീഷ് ഭാര്യയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കഴിഞ്ഞ ദിവസം ഒരു ബന്ധു രംഗത്തെത്തിയിരുന്നു. അതുല്യ മറ്റുള്ളവരുമായി സംസാരിക്കുന്നതും സഹകരിക്കുന്നതും ഭർത്താവ് സതീഷ് വിലക്കിയിരുന്നുവെന്നാണ് അതുല്യയുടെ ബന്ധു വെളിപ്പെടുത്തിയത്. അതുല്യ ആണിനോടും പെണ്ണിനോടും സംസാരിക്കുന്നത് സതീഷിന് സംശയമായിരുന്നു. സ്ത്രീകളെ അടിമയെ പോലെയാണ് അയാൾ കാണുന്നത്. മകളെ വളർത്താൻ വേണ്ടിയാണ് അതുല്യ എല്ലാം സഹിച്ചതെന്നും സന്തോഷമായി ജീവിക്കാൻ അതുല്യ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്നും ജിഷ ഉറപ്പിച്ചു പറഞ്ഞു. അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നതായും പുറത്തുവന്ന വീഡിയോയിൽ അതുല്യ ഉച്ചത്തിൽ നിലവിളിക്കുന്നതും ഭർത്താവ് സൈക്കിയെ പോലെ പെരുമാറുന്നതും കാണാമല്ലോ എന്നും ബന്ധു ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.